പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് പാവപ്പെട്ടവന്റെ അന്നം മുട്ടിക്കുന്ന പരിപാടിയായിപ്പോയി. ഏത് പാർട്ടിക്കാരോ ആവട്ടെ, ഏത് കുടിയുടെ കളറോ ആവട്ടെ, എത്രയോ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അതെല്ലാവർക്കും, എല്ലാ സംഘടനകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം കേരളത്തിലുള്ള ഒരു വിഭാഗം മിക്കവാറും ഉള്ള മെഡിക്കൽ കോളേജുകളിൽ ഈ അന്നദാനം നടത്തുന്നത്, ഈ പൊതിച്ചോറുകളും മറ്റുള്ള ഇതൊക്കെ കൊടുക്കുന്നത് DYFIയും ഈ സേവാഭാരതി അങ്ങനെയുള്ള സംഘടനകളൊക്കെയാണ്. അവരൊരു കൊടി കെട്ടിയിട്ടുണ്ട് എന്ന പേരിൽ ഇത് നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊതിച്ചോറ് മേടിച്ച് കഴിച്ച എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടെ ഈ വോട്ട് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം എവിടെ എത്തിയേന്? അവരൊരിക്കലും അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണരുത്. നിങ്ങൾ എത്രയോ പാവപ്പെട്ടവന് അവിടെ ഈ മെഡിക്കൽ കോളേജിൽ വന്ന് കിടക്കുന്ന ഓരോരുത്തരും അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ മറ്റുള്ള രോഗികളെ നോക്കാനായിട്ട് വന്ന് കിടക്കുന്നവരാണ്. അവർക്ക് ഒരു നേരം ആഹാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പുണ്യമായി തന്നെ കരുതണം. അത് മേടിച്ച് കഴിക്കുന്ന എത്രയോ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങളുണ്ട്. നിങ്ങൾ ആ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് നോക്കിക്കൊള്ളണം അതിന് മേടിക്കാനായിട്ട് നിൽക്കുന്ന ക്യൂ എത്രയാണെന്ന്. എത്ര ആയിരം ആൾക്കാരാണ് അത് വന്ന് മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നത്. ചില ആൾക്കാർ അതിനകത്ത് ആ പൊതിയുടെ അകത്ത് ഒരു സംഭാവനയായിട്ട് പൈസകൾ വെച്ച് കൊടുക്കുന്നവർ കാണും. എത്രയോ വീടുകളിൽ നിന്നാണ് ഇത് കൊടുക്കുന്നത്. അതിനെയൊക്കെ ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് അത് ഇല്ലാതാക്കി കളയും എന്നുള്ളൊരു വെല്ലുവിളി കണക്ക് അത് പറയുകയാണ്. അതും ആ വെല്ലുവിളി തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് അതാണ് അതിനെക്കാട്ടി അത്ഭുതം. ആലപ്പുഴയിൽ നിന്നും ഇതിന് തുടക്കമിട്ടത്, പൊതിച്ചോറിൻ്റെ ഈ പ്രശ്നത്തിന് തുടക്കമിട്ട ആലപ്പുഴയിൽ നിന്നും ജി സുധാകരൻ പറഞ്ഞ ഒരു ഡയലോഗ് പിടിച്ചാണ് ഇപ്പം ആലപ്പുഴയിൽ നിന്ന് തന്നെ അത് തുടങ്ങുന്നത്. ഇത് നിർത്തലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം എന്നാണ് മനസ്സിലാവാത്തത്. നിങ്ങളത് കൊടുക്കുമെങ്കിൽ നല്ലത്. അതിന് ബദലായിട്ട് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും നിങ്ങൾ ഈ ആഹാരം കൊടുക്കുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അത് കണ്ടിന്യൂ നടന്നു പോകുമെന്ന് ഒരു കാരണവശാലും പാവപ്പെട്ടവർ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാര്യം ഞാൻ കുറച്ച് ആളൊക്കെ കൊടുക്കുമായിരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും പഴയ സ്ഥിതിയായിരിക്കും. എത്രയോ ജനങ്ങളാണ് ഇത് മേടിച്ച് കഴിക്കുന്നതെന്നറിയാമോ? ഈ പാവപ്പെട്ട ഇത് മേടിക്കാൻ തന്നെ ചില ആൾക്കാർ, എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഇത് മേടിക്കാനായിട്ട് കിലോമീറ്റർ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പാവപ്പെട്ടവർ കിലോമീറ്റർ നടന്ന് വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇത് മേടിക്കാനായിട്ട്. അതുകൊണ്ട് ഈ പുണ്യപ്രവർത്തിയെ എന്ത് കാര്യത്തിൻ്റെ പേരിലായാലും നിർത്തലാക്കുന്നത് വളരെ ദയനീയമാണ്. അതിന് DYFI കൊടി കെട്ടിയാലും ഇല്ലെങ്കിലും അവർ ഇത് കൊടുക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല. അത് ആര് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാലും DYFI എന്ന പ്രസ്ഥാനം ഈ ഒരു സംഭവം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായി ഒരു മുടക്കവും കൂടാതെ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇനിയും കൊടുക്കും. അത് ആരെയും രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ അത് നിർത്താനും പോകുന്നില്ല. ഈ മുരളീധരൻ സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കൊടിയുടെയും പാർട്ടി ബോർഡുകളുടെയും ബലത്തിലാണ് ഈ പൊതിച്ചോറ് വിതരണം ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങയുടെ മണ്ഡലം അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചപ്പോൾ ഈ മേടിച്ച് കഴിച്ച ആൾക്കാർ ആ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ജനങ്ങൾ കാണുമല്ലോ ഇത് മേടിച്ച് കഴിച്ച്. മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാർ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അവരെല്ലാം കൂടെ LDFന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ താങ്കൾ ജയിക്കുമോ? ആ ഒരു ചിന്തയെങ്കിലും താങ്കൾക്ക് വേണം. പാവപ്പെട്ടവൻ്റെ അന്നം മുട്ടിക്കുന്ന ഈ പരിപാടി എന്തായിരുന്നാലും നല്ലതിനല്ല. അത് എത്ര പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാലും DYFI അത് പിന്തുടരുക ചെയ്യും. യാതൊരു മാറ്റവുമില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ.